വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3.14 ഗ്രാം MDMA-യുമായി അഴീക്കാട് പുല്ലൂന്നിപ്പാടം സ്വദേശി പാറക്കോട്ട് വീട്ടിൽ ഷഹദ് സമാനെ സിറ്റി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ കരീം MM-ന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫും നല്ലളം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള നല്ലളം പോലീസും ചേർന്ന് പിടികൂടി. നല്ലളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും വെള്ളിയാഴ്ച പുല്ലൂന്നിപ്പാടത്തുള്ള ഷഹദ് സമാന്റെ വീട്ടിൽ വെച്ച് മാരക മയക്കുമരുന്നായ MDMA-യുടെ ഉപയോഗവും വിതരണവും നടത്തുന്നുണ്ടെന്ന നല്ലളം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും സംഘവും സംഭവസ്ഥലത്തെത്തുകയും പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തുകയുമായിരുന്നു. പരിശോധനയിൽ പ്രതി ധരിച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും വിൽപ്പനയ്ക്കായി സിപ്ലോ കവറിലായി സൂക്ഷിച്ച MDMA-യും മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ നേടിയ 15,500 രൂപയും കണ്ടെടുത്തു. പ്രതിയുടെ കട്ടിലിന്റെ അടിയിൽ നിന്നും MDMA ഉപയോഗിക്കുന്നതിനായി ഉപയോഗിക്കുന്ന 2 ഗ്ലാസ് ടംബ്ലറുകളും പോലീസ് കണ്ടെടുത്തു. കേരളത്തിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന മൊത്ത വിൽപ്പനക്കാരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി പ്രതി തന്റെ വീട്ടിൽ വെച്ച് ചെറിയ പാക്കറ്റുകളാക്കി നല്ലളം, പന്തീരങ്കാവ്, അരീക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്യുകയും പ്രതി തന്റെ വീടിന്റെ മുകളിലെ ഷീറ്റിട്ട ഓപ്പൺ ടെറസിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. നല്ലളം, പന്തിയങ്കര, ബേപ്പൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടെ പിടിയിലായതിനും കൊളത്ര റഹ്മാൻ ബസാറിൽ വെച്ച് 12.05 ഗ്രാം MDMA-യുമായി പിടിയിലായതിന് 9 മാസത്തെ ജയിൽവാസത്തിനു ശേഷം പ്രതി വീണ്ടും ലഹരി ഉപയോഗവും വിൽപ്പനയും തുടരുകയായിരുന്നു. പ്രതി മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം മയക്കുമരുന്ന് ഉപയോഗത്തിനും ആർഭാട ജീവിതത്തിനുമായാണ് ഉപയോഗിച്ചിരുന്നതെന്നും പ്രതിയുടെ ഫോണും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണെന്നും പ്രതി ആരിൽ നിന്നാണ് മയക്കുമരുന്ന് വാങ്ങുന്നതെന്നും ആർക്കെല്ലാമാണ് വിൽക്കുന്നതെന്നും നിരീക്ഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. നല്ലളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ആനന്ദ് ടി, സുനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ശ്രീശാന്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ശ്രുതി, ഡാൻസാഫ് സബ് ഇൻസ്പെക്ടർ മനോജ് ഇടയത്ത്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അഖിലേഷ്, CPOമാരായ ശ്രീശാന്ത്, അഭിജിത്ത്, അതുൽ, സരുൺ, തൗഫീഖ്, മുഹമ്മദ് മഷൂർ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.